Good evening. Good evening. Okay. എല്ലാവരും ലൈനിലുണ്ടല്ലോ അല്ലേ? Good evening, ma'am. Okay. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സോഷ്യൽ ഗ്രേസ് ആൻഡ് കേർട്ടസി വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ? മറ്റുള്ളവര് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരെ ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? അതുവരെയുള്ള ക്ലാസ്സുകൾ ഡൗട്ട് ഉണ്ടോ, സംശയമുണ്ടോ ഇനി എവിടെ വരെ പറഞ്ഞു നിർത്തിയത് എന്നുള്ളത്? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓക്കെ. നെക്സ്റ്റ് ഇനി നമ്മള് ഓരോ ഗ്രൂപ്പ് ഓഫ് എക്സസൈസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എക്സസൈസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസിൽ കൃത്യമായിട്ട് വരുന്ന ഇൻട്രൊഡക്ടറി എക്സസൈസ്, റോളിംഗ് ആൻഡ് അൺറോളിംഗ്, ദെൻ സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ്, ക്യാരിയിങ്, സ്പൂണിങ്, പോറിങ്, ട്രാൻസ്ഫറിങ്. Page number ഇൻട്രൊഡക്ടറി പേജ് നമ്പർ 8 മുകൾ ഭാഗത്ത് കേട്ടാ. പേജ് നമ്പർ 8 മുകൾ ഭാഗത്ത് നോക്കിയാൽ മതി, താഴ്ഭാഗത്ത് നോക്കണ്ട. 8ാമത്തെ പേജ് നമ്പറിൽ എക്സസൈസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മോട്ടോർ സ്കിൽസ്. ഇൻട്രൊഡക്ടറി എക്സസൈസ് എന്ന് പറയുന്നത് 2.5 to 4.5 എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് 2 വർഷം, 3 ഇയർ സ്പാൻ ആണ് മോണ്ടിസറി അല്ലേ? മെത്തേഡ്. എങ്ങനെ? അതൊക്കെ എടുത്തതല്ലേ? നമ്മൾ എക്സസൈസ് പറഞ്ഞില്ലല്ലോ പോയിന്റ് ഒക്കെ നേരത്തെ. സംസാരത്തിലൂടെ പോയിന്റ് വന്നിട്ടുണ്ട്, പക്ഷെ ഇത് ഞാൻ പറയുന്നത് ഇൻട്രൊഡക്ടറി ആൻഡ് ലേറ്റർ എക്സസൈസ് ആണ്. 3 വയസ്സ് വരെയുള്ള കാലയളവുള്ള എക്സസൈസ്, അതുപോലെ ലേറ്റർ എക്സസൈസ് 4.5 to 5.5, ഒരു 6 വരെ ഉള്ളത്. ആ കാറ്റഗറി പറഞ്ഞില്ലല്ലോ ജുമൈല? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ലേറ്റർ എക്സസൈസ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങില് ഇപ്പൊ നോർമലി 2.5 വയസ്സ് മുതൽ നമ്മൾ കൊടുക്കുന്ന എക്സസൈസ്, 3.5 വയസ്സിൽ കൊടുക്കുന്ന എക്സസൈസ്, അതുപോലെ 3, 3.5, 4, 4.5 ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻട്രൊഡക്ടറി എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നതാണ്. ലേറ്റർ എക്സസൈസ് 4.5 to 6 എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഫോൾഡിങ് ആൻഡ് അൺഫോൾഡിങ്, സ്ക്വീസിങ്, ട്രാൻസ്ഫറിങ്, പെഗിങ്, സ്വീപ്പിംഗ്, ഇതാണ് മോട്ടോർ സ്കിൽസിൽ വരുന്നത്. ദെൻ ഡെക്സ്റ്ററിറ്റി, ഡെവലപ്മെന്റ് ഓഫ് ഡെക്സ്റ്ററിറ്റി നമ്മൾ കെയർ ഓഫ് എൻവയോൺമെന്റ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. ത്രെഡിങ് ആൻഡ് ബീഡിങ്, കട്ടിങ്, പേസ്റ്റിംഗ് ആൻഡ് ഗ്ലൂയിങ്, വീവിങ്, ഇത് ലേറ്റർ എക്സസൈസ് ആണ്, ഇൻട്രൊഡക്ടറി അല്ല. ദെൻ കെയർ ഓഫ് എൻവയോൺമെന്റിൽ വരുന്നത് എക്സസൈസ് ടു ടീച്ച് ചൈൽഡ് കറക്റ്റ് യൂസ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ദെയർ കെയർ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ബോട്ടിൽസ് ഉണ്ട്, ബോക്സസ് ഉണ്ട്, അതുപോലെ ഡോറ്, ഡ്രോയേഴ്സ്, കബോർഡ്. ദെൻ കേസസ് ആൻഡ് ചെസ്റ്റ് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഒരുപാട് അറകളുള്ള അലമാരയാണ്. ജസ്റ്റ് നമ്മൾ ഈ ഹോസ്റ്റലിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ. വിൻഡോസ് ആൻഡ് ഷട്ടേഴ്സ്, ടാപ്സ്, സ്ക്രൂ, ബോട്ടിൽ സ്റ്റാൻഡ് ജാർസ് പറഞ്ഞു. ദെൻ ചെയിന്റെ കൊളുത്ത്, ലോക്ക് ഓഫ് ഡോർസിന്റെ ലോക്കുകളിൽ ഇപ്പോഴത്തെ ആക്ടിവിറ്റിയിൽ എല്ലാ തരം ലോക്കും വരും. ഒരു ബോക്സിൽ തന്നെ കൊളുത്തിടുന്നത്, വിൻഡോക്കുള്ള ആ കൊളുത്ത്, അതുപോലെ നമ്മൾ പുറത്തുനിന്ന് കീ ഉപയോഗിച്ചും അകത്ത് നിന്ന് നമ്മൾ വിരലുകൾ ഉപയോഗിച്ചാണ് ലോക്ക് ചെയ്യുക. മെയിൻ ഡോർ 5 or 6 ലോക്ക് സിസ്റ്റം ഉണ്ട്. അതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ലോക്ക് സിസ്റ്റം. ലിഡ്, കീസ്, ലാച്ചസ്, പാഡ്ലോക്സ്, കോമ്പിനേഷൻ ഓഫ് ലോക്സ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ലോക്സ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇനി കെയർ ഓഫ് എൻവയോൺമെന്റ് അറേഞ്ച് ചെയ്യുന്ന രീതി. അറേഞ്ച് ചെയ്യാൻ കുട്ടികൾക്ക് നമ്മൾ ഓരോ എക്സസൈസ് കൊടുക്കുമല്ലോ, അവിടെ ടേബിൾ അറേഞ്ച് ചെയ്യാൻ, ചെയർ അറേഞ്ച് ചെയ്യാൻ, അതുപോലെ ക്ലാസ് റൂം ഒബ്ജക്ട്സ് അറേഞ്ച് ചെയ്യാൻ, ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. നെക്സ്റ്റ് വരുന്നത് ക്ലീനിങ് ആൻഡ് സ്ക്രബിങ്, ബോർഡൊക്കെ ക്ലീൻ ചെയ്യാൻ. ഇനിയിപ്പോൾ ഡെസ്കിൽ പൊടി ഉണ്ടെങ്കിൽ അത്
തുടച്ച് ക്ലീൻ ചെയ്യുക. കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കാറ് ഇത്തരം ആക്ടിവിറ്റീസിൽ കേട്ടോ. ടേബിൾസ് ബാക്ക് ദെൻ റിപ്പീറ്റേഷൻ വന്നതാ. പോളിഷിങ് എന്ന് പറഞ്ഞാല് നമുക്ക് ടേബിളിലൊക്കെ ഫ്ലവറേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അത് നമ്മൾ പോളിഷ് ചെയ്യിപ്പിക്കും. കെയർ ഓഫ് ദ ഫ്ലോറിൽ പേപ്പർ ബിറ്റ്സ് ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. കെയർ ഓഫ് ബുക്സ് ഷെൽഫിൽ ഓർഡറിൽ വെക്കുക. ദെൻ കിച്ചൺ ആക്ടിവിറ്റീസ്, ക്ലാസ് റൂമിൽ നിന്ന് തന്നെ കിച്ചൺ ആക്ടിവിറ്റീസ്. ഇപ്പോൾ നിങ്ങളിപ്പോ ഓരോ റീലൊക്കെ കാണുന്ന സമയത്ത് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ചൈനീസ് സ്കൂളിന്റെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ചൈനീസ് സ്കൂളിൽ ഇത്തരം ലൈഫ് സ്കിൽസ് ആണ് കൊടുക്കുക. കിച്ചൺ ആക്ടിവിറ്റീസ് പറഞ്ഞാൽ നമ്മൾ മാവ് എടുത്തിട്ട് കുട്ടികളെ കൊണ്ട് കുഴപ്പിച്ച് ഡോ ഉണ്ടാക്കി ചപ്പാത്തി മേക്ക് ചെയ്യുന്നുണ്ട്, അത് കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ ചുട്ടെടുപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട്, അതുപോലെ കട്ട് ചെയ്യിക്കുന്നത്, വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, സാലഡ് ഉണ്ടാക്കുക, ഇതൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതാണ് കിച്ചൺ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞത്. അവിടെ പിന്നെ ചെയ്ത് മാത്രമല്ല ക്ലീൻ ചെയ്യിക്കലും, അത് ആ ഭാഗം കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക കൂടി കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കും. ദെൻ അയേണിങ്, ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നൊക്കെ സംശയമുണ്ട്. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർ കൈയൊന്നും പൊള്ളിക്കാതെ ഷോക്ക് അടിപ്പിക്കാതെ കൃത്യമായിട്ട് അവർ ചെയ്യും. അതിന് അനുസരിച്ച രീതിയിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. ദെൻ 10th പോയിന്റ്, ലുക്കിംഗ് ആഫ്റ്റർ ദ പെറ്റ്സ് ആൻഡ് പ്ലാന്റ്. വീട്ടിലുള്ള പെറ്റ്സിന് ഫുഡ് കൊടുക്കാൻ അതിന്റെ ലാബറട്ടറി ശീലങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ശീലിപ്പിക്കാം. അതുപോലെ പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കുക, ഉണങ്ങിയ ഇല കട്ട് ചെയ്ത് ഒഴിവാക്കുക, ഇതൊക്കെ ഗാർഡനിങ് രൂപത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങളാണ്. ഇനി കെയർ ഓഫ് സെൽഫിൽ ഇൻട്രൊഡക്ടറി എക്സസൈസ് ഫസ്റ്റ് തന്നെ വരുന്നത് വാഷിംഗ് ഹാൻഡ്സ് ആണ്. വാഷിംഗ് കഴിഞ്ഞിട്ട് ടവല് വെച്ചിട്ട് നന്നായി തുടച്ച് ഡ്രൈ ആക്കുക. ദെൻ മുഖം കഴുകിക്കുക. ടോയ്ലറ്റ് ശീലങ്ങൾ പഠിപ്പിക്കുക ഇൻട്രൊഡക്ടറി എക്സസൈസിൽ. പിന്നെ പേഴ്സണൽ ഹൈജീൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേഴ്സണൽ ഹൈജീൻ. യൂസിങ് ഹാൻഡ് കർച്ചീഫ്, ടിഷ്യൂ. മൂക്കുന്നൊക്കെ വലിക്കുന്ന കുട്ടികൾ ഉണ്ടാവും എപ്പോഴും, അപ്പോൾ അവർക്ക് ഹാൻഡ് കർച്ചീഫോ അല്ലെങ്കിൽ ടിഷ്യൂ യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ബ്ലോവിങ് നോസ്, മൂക്കൊക്കെ തുടച്ചു കൊടുക്കാൻ ശീലിപ്പിക്കുക. സ്കീസ് ചെയ്യിപ്പിക്കുക. ദെൻ വൈപ്പ് ചെയ്യുക. ദെൻ മുടി ചീകി കെട്ടുക. ബ്രഷിങ്. മോണ്ടിസറി ക്ലാസ് റൂമിൽ മുടി കെട്ടുന്നതും അതുപോലെ ബ്രഷിങ് ചെയ്യുന്നതും, നമ്മളൊരു ഡോള് പോലുള്ള ഹെഡ് ഉണ്ടായിരിക്കും. ആ ഡോളില് മുടി ഉണ്ടായിരിക്കുക. തലമുടി ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ചീകി പല രീതിയിൽ കെട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രഷിങ് ടീത്ത്, ഡെന്റിസ്റ്റിന്റെ അടുത്തൊക്കെ ഉണ്ടാവില്ലേ പല്ലിന്റെ രൂപം, അത് വെച്ചിട്ട് ഏത് രീതിയിലാണ് ബ്രഷ് ചെയ്യിക്കേണ്ടതെന്നുള്ള പ്രാക്ടീസ് എടുക്കാറുണ്ട്. ദെൻ ഡ്രസ്സിംഗ് ഫ്രെയിം എക്സസൈസ്, എല്ലാ തരം ബട്ടൺസും ഹുക്സും എല്ലാം കുഞ്ഞുങ്ങളെ കൊണ്ട് ഇടാനും അഴിക്കാനും ശീലിപ്പിക്കുക. ദെൻ അഴിച്ച ക്ലോത്ത്സ് വേസ്റ്റ് ബിന്ന് കൊണ്ടിടാനും ഷൂ അഴിക്കാന് കെട്ടാന് കണ്ണട ക്ലീൻ ചെയ്യാൻ. ഇപ്പം മിക്ക കുട്ടികളും സ്പെക്ടാക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്, അത് ക്ലീൻ ചെയ്യണം. ദെൻ പുട്ടിങ് ഓൺ ഷൂ നേരത്തെ പറഞ്ഞു, ഷൂ ഇട്ട് ടൈ ചെയ്യാനുള്ളത് പഠിപ്പിക്കാം. ഇംപ്രൂവ്മെന്റ് ഓഫ് ബാലൻസ് ആൻഡ് ഗ്രേസ് ഓഫ് പോസ്ചർ. വാക്കിംഗ് ഓൺ ലൈൻ, കൃത്യമായിട്ട് ലൈനിലൂടെ നടക്കാൻ ശീലിപ്പിക്കുന്നത് നമ്മൾ ഇൻട്രൊഡക്ടറി എക്സസൈസ് ആയിട്ട് തന്നെ കൊടുക്കുന്നത്. ദെൻ ലിഫ്റ്റിംഗ് ആൻഡ് ക്യാരിയിങ് ചെയർ നേരത്തെ അറേഞ്ച് ചെയ്യണാണ് പറഞ്ഞത്, ഇത് ലിഫ്റ്റ് ചെയ്യാനും ക്യാരി ചെയ്യാനുമാണ് ചെയ്യിപ്പിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പുട്ടിങ് ദ ചെയർ ഡൗൺ സൈലന്റ്ലി. ചെയർ ഒക്കെ വെക്കുന്ന സമയത്ത് ഒരു നോയ്സ് പോലും ഇല്ലാതെ വെക്കാൻ ശീലിപ്പിക്കുക. പിന്നെ ഗ്രേസ് ആൻഡ് കേർട്ടസിൽ ഗ്രീറ്റിംഗ്, മാനേഴ്സ്, ട്രാഫിക് റൂൾസ്, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇൻട്രൊഡക്ടറി എക്സസൈസ് എന്താണ്, ലേറ്റർ എക്സസൈസ് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ഇതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡെമോൺസ്ട്രേഷൻ ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് ആണ്. പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസിന്റെ ഡെമോൺസ്ട്രേഷൻ ഏത് രീതിയിലാണ്
നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസ് കൊടുക്കേണ്ടത്. ക്വാളിറ്റീസ് ഓഫ് ദ ഡയറക്ട്രസ് ആൻഡ് നോർമലൈസേഷൻ ഓഫ് എ ചൈൽഡ്. In the presentation of practical life exercise to the child, there are some guidelines to be observed. കൃത്യമായിട്ട് ഗൈഡ് ലൈൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് വരുന്നത്, have the materials in good order and completely prepared before the lesson is started. It is important to have sufficient practice before making presentation to the child, as mistakes should not be made during the demonstration. ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യാണ് കുഞ്ഞുങ്ങൾക്ക് എൻവയോൺമെന്റ്. ആ എൻവയോൺമെന്റ് കൃത്യമായിട്ടുള്ള ഓർഡറിലായിരിക്കണം. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള 1 by 1 നമ്മളെ ടേബിൾ ഓഫ് കണ്ടന്റ് വരുന്നുണ്ട്. ടേബിൾ ഓഫ് കണ്ടന്റിൽ കൃത്യമായിട്ടുള്ള ഓർഡറിലായിരിക്കണം നമ്മൾ മെറ്റീരിയൽസ് പ്ലേസ് ചെയ്യേണ്ടത്. ദെൻ ഈ ക്ലാസ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഏത് ക്ലാസ് ആണോ കുഞ്ഞുങ്ങൾക്ക് അന്ന് കൊടുക്കുന്നത്, ഇപ്പൊ റോളിംഗ് ആൻഡ് അൺറോളിംഗ് ആവട്ടെ, ക്യാരിങ് ചെയർ ആവട്ടെ, സ്പൂണിങ് ആവട്ടെ, ഏതാണോ നമ്മൾ കൊടുക്കുന്നത് അതിന് മുമ്പായിട്ട് ആ എക്സസൈസിന്റെ A to Z കാര്യങ്ങൾ, ഫിംഗർ, നമ്മളെ ഐ ഹാൻഡ് കോർഡിനേഷന്, അതുപോലെ എടുക്കുന്ന സ്റ്റൈല്, ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഒന്ന് പഠിച്ചതാണ് എന്നാലും ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. കൃത്യമായിരിക്കണം നമ്മുടെ മൂവ്മെന്റ്സ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ മിസ്റ്റേക്ക് തന്നെ മക്കള് റിപ്പീറ്റ് ചെയ്യുള്ളൂ. അത് എത്ര നമ്മൾ ശരിയാക്കാൻ പറഞ്ഞാലും മക്കൾക്ക് അത് ശരിയാക്കാൻ കഴിയില്ല. കാരണം അവർ ഫസ്റ്റ് കണ്ടത് എന്താണ്? ഈ ഒരു മെത്തേഡാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് സഫീഷ്യന്റ് ആയിട്ട് പ്രാക്ടീസ് നമ്മൾ ചെയ്തിരിക്കണം. അപ്പം നമുക്ക് ചില സമയത്ത് പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല, എന്നാലും കൃത്യമായിട്ട് പ്രാക്ടീസ് ഇല്ലാതെ ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്ക് മെറ്റീരിയൽസിന്റെ പ്രസന്റേഷൻ കാണിച്ചു കൊടുക്കാൻ പാടില്ല. സെക്കൻഡ് പോയിന്റ് വരുന്നത്, ഗിവ് എ ലെസൺ ടു എ ചൈൽഡ് ഈസ് നോട്ട് വർക്കിംഗ് റാദർ ദാൻ ടു എ ചൈൽഡ് ഹു ഈസ് ഓൾറെഡി അബ്സോർബ്ഡ് ഇൻ ഹിസ് വർക്ക്. ഇവിടെ നമ്മൾ ക്ലാസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞ് വർക്ക് ആക്ടിവിറ്റീസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഓൾറെഡി നമ്മള് ഒരു ആക്ടിവിറ്റി നമ്മൾ കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ ബൗളിൽ നിന്ന് മറ്റൊരു ഈ ഒരു വേറൊരു ബൗൾ കാണിച്ചു കൊടുത്തിട്ട് ഈ ബൗളിൽ നിന്ന് ഇതിലോട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് കോരിയിട് എന്ന് പറഞ്ഞു കൊടുക്കരുത്. കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ അവര് കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യും. ഇനിയിപ്പോ ഫസ്റ്റ് നമ്മൾ ആ കുഞ്ഞ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും പിന്നീട് ചെയ്യുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യും. അതെല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ഒരേ രീതിയിൽ തന്നെ നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്തു തരും. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾ അബ്സോർബ് ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. തേർഡ് പോയിന്റ് വരുന്നത്, പ്രിപ്പയർ ദ വർക്ക് സ്പേസ്, എ ക്ലിയർ സ്പേസ് അറ്റ് എ ടേബിൾ, ആൻ ഇൻഡിവിജ്വൽ മാറ്റ് ഓൺ ദ ഫ്ലോർ or empty desk. The floor mat defines the work area of the exercise. ഒന്നുകിൽ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പം നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം വേണം. അതിൽ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഡെസ്ക് ഉണ്ടല്ലോ, ഒരു ഭാഗത്ത് ഉയരും മറ്റേ ഭാഗത്ത് ഒരു സ്ലോപ്പും വരുന്നത്, ആ രീതിയിലുള്ള ഡെസ്കോ ബെഞ്ചോ പറ്റില്ല. ടേബിളിലും ഉണ്ടായിരിക്കും. നമുക്ക് ഓഫീസ് ടേബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ചെരിഞ്ഞിട്ടായിരിക്കും എഴുതാനുള്ള പാകത്തിനൊക്കെ. പക്ഷെ ആ ഒരു ടേബിളിൽ വെച്ചിട്ട് നമ്മൾ ഒരു കാരണവശാലും മെറ്റീരിയൽസ് ആക്ടിവിറ്റി കാണിച്ചു കൊടുക്കരുത്. അവിടെ ഒരു ക്ലിയർ പ്ലേസ് ആയിരിക്കണം. ടേബിൾ ആണെങ്കിലും നമ്മൾ തറയാണെങ്കിലും. മാറ്റിൽ ആണ് എല്ലാ എക്സസൈസും ചെയ്യുക. ഫ്ലോറിലാണ് മിക്ക എക്സസൈസിനും ഏറ്റവും ബെറ്റർ. ടേബിളിനേക്കാളും പെർഫെക്റ്റ് ഫ്ലോർ ആണ്. കാരണം ഫ്ലോർ ആയിരിക്കുമ്പോൾ റൗണ്ടിൽ കുഞ്ഞുങ്ങളെ ഇരുത്തിയാൽ അവർക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. ടേബിളിലാവുമ്പം നമ്മുടെ ഹൈറ്റിനായിരിക്കും മിക്ക ഇതിലും ടേബിൾ ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ പിന്നെ ബേബി ടേബിൾ ആയിരിക്കും. ആ ബേബി ടേബിളിന്റെ ചുറ്റും നമുക്ക് കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് കാണിച്ചു കൊടുക്കാം. പക്ഷെ ആ ടേബിള് ഒരു കാരണവശാലും രണ്ട് രീതിയിലുള്ള ഹൈറ്റ് ആവരുത്. ഒരേ ലെവൽ ആയിരിക്കണം. ക്ലിയർ സർഫേസ് ആയിരിക്കണം.
തറയാണെങ്കിൽ ഫ്ലോറിലാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അവിടെ പ്ലേസ് ക്ലീൻ ആയിരിക്കണം. മാറ്റ് എക്സസൈസ് ആണ്, മാറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിക്കാനായിട്ട്. Then fourth point, take the child to the shelf with you so that he can see the exact location of the materials. As simply as possible, tell the child the name of the task. If he can assimilate it, tell him the names of the parts of the task. നമ്മൾ ഓൾറെഡി മെറ്റീരിയൽസ് ഒക്കെ ഷെൽഫിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേസ് ചെയ്ത എല്ലാ മെറ്റീരിയൽസ് കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷനും കുഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഫസ്റ്റ് സ്പൂണിങ് എക്സസൈസ് ആണ്, ബൗൾ ടു ബൗൾ, ദെൻ 2 ഈക്വൽ, 2 അൺഈക്വൽ, 3 ഈക്വൽ, 3 അൺഈക്വൽ, ദെൻ ബൗൾ വിത്ത് ഇൻഡിക്കേറ്റർ ലൈൻ. അത് സീക്വൻസ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ്. അപ്പം 1 by 1 ആയിട്ട് തന്നെ നമ്മളത് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കുഞ്ഞ് ഓൾറെഡി കാണും. ദെൻ ഒരു ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം ഒരു കുഞ്ഞിനെ കൊണ്ട് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കുകയാണ്. നമ്മൾ സ്പൂണിങ് എക്സസൈസിൽ ബൗൾ ടു ബൗൾ എക്സസൈസിന് ട്രേ എടുക്കേണ്ട രീതിയും മാറ്റിൽ പ്ലേസ് ചെയ്യേണ്ട രീതിയൊക്കെ നമ്മൾ കുഞ്ഞിന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരാൾക്കാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷെ രണ്ടാമത് ആള് അതിന്റെ പുറകെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഷോർട്ട് കട്ടിന് എന്ത് ചെയ്യും? മാറ്റില് ട്രേയും മെറ്റീരിയൽസ് ഒക്കെ മാറ്റിൽ നിന്നോട്ടെ, അടുത്ത ആള് ചെയ്തോ എന്ന് പറയും. പക്ഷെ ഒരിക്കലും അത് പാടില്ല. ആ കുഞ്ഞിനെ കൊണ്ട് തന്നെ തിരിച്ച് പുട്ട് പാക്ക് ചെയ്യിക്കണം. തിരിച്ച് ഷെൽഫിൽ വെച്ചിട്ട് അടുത്ത കുഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ എടുക്കണം. അല്ലെങ്കിൽ രണ്ടാമത് വരുന്ന കുഞ്ഞിന് ഷെൽഫിൽ നിന്ന് എടുക്കേണ്ട ഒരു മെത്തേഡ് കിട്ടില്ല. മാറ്റിൽ വെച്ചിട്ടാണ് ആ കുഞ്ഞ് പഠിക്കുന്നത്. ആ മാറ്റിൽ വെച്ച് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആ കുഞ്ഞിന് ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതൊരിക്കലും പാടില്ല. നമ്മൾ ആക്ടിവിറ്റി ചെയ്ത് വൈൻഡപ്പ് ചെയ്തതിനു ശേഷം കുഞ്ഞിനോട് തിരിച്ച് ആ റിയൽ സ്പേസിൽ തന്നെ കൊണ്ടുപോയിട്ട് തിരിച്ചു വെപ്പിക്കുക. എന്നിട്ട് കൃത്യമായിട്ട് അവനെ അടുത്ത കുട്ടീനെ കൊണ്ട് നമ്മൾ വീണ്ടും ചെയ്യിക്കുക. പിന്നെ ഇതിന്റെ പേരുകൾ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഷെൽഫിൽ നിന്ന് തന്നെ നമ്മൾ പറയും, ദിസ് ഇസ് ട്രേ, ദിസ് ഇസ് ബൗൾ വിത്ത് ബീഡ്സ് ആൻഡ് ദിസ് ഇസ് എംപ്റ്റി ബൗൾ, ദിസ് ഇസ് എ സ്പൂൺ. വീണ്ടും നമ്മൾ അത് മെറ്റീരിയൽ പ്ലേസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ദിസ് ഇസ് മാറ്റ്, ദിസ് ഇസ് ട്രേ, ബൗൾ വിത്ത് ബീഡ്സ്, ദെൻ ഐഡന്റിക്കൽ ബൗൾ, ദെൻ ആൻഡ് എ സ്പൂൺ എന്ന് കൃത്യമായിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ. അപ്പൊ ആ ടാസ്കിന്റെ പേരും മെറ്റീരിയൽസിന്റെ പേരും മക്കൾ പഠിക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഷോ ഹിം ഹൗ ടു ക്യാരി ഇറ്റ് ആൻഡ് അലോ ദ ചൈൽഡ് ടു ക്യാരി ഇറ്റ് ടു ദ വർക്ക് സ്പേസ്. സിറ്റ് ബിസൈഡ്സ് ഹിം ഹിസ് ഡോമിനന്റ് സൈഡ്. ഈ ഡൊമിനന്റ് സൈഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ടാവും, റൈറ്റ് ഹാൻഡേഴ്സ് ഉണ്ടായിരിക്കും. മിക്ക ആളുകളും റൈറ്റ് ഹാൻഡേഴ്സ് ആണ്. വലത്ത് കൈകൊണ്ടാണ് ആക്ടിവിറ്റി ചെയ്ത് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഇടത് വശത്താണ് ഇരുത്തേണ്ടത്. ഇൻ കേസ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡർ ആണ്, ഇടത് കൈകൊണ്ടാണ് നമ്മൾ ആക്ടിവിറ്റി ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞിനെ ഇരുത്തേണ്ടത് വലതുവശത്താണ്. അതുകൊണ്ടാണ് ബിസൈഡ് ഹിം ഓൺ ഹിസ് ഡൊമിനന്റ് സൈഡ് എന്ന് പറയാൻ കാരണം. അല്ലാതെ നമ്മൾ നേരത്തെ ഒക്കെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയും. കുഞ്ഞിനെ ഇരുത്തേണ്ടത് പോയിന്റ് മനസ്സിലായില്ല. ഡൊമിനന്റ് സൈഡ് എന്നാണ് എന്താ പറഞ്ഞ? ഡൊമിനന്റ് സൈഡ് പറഞ്ഞാൽ അപ്പൊ നമ്മള് ലെഫ്റ്റും റൈറ്റും യൂസ് ചെയ്തിട്ട് ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ലെഫ്റ്റ് ഹാൻഡറും റൈറ്റ് ഹാൻഡറും. ഇൻ കേസ് റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ നമ്മുടെ ഇടത് വശത്താണ് കുഞ്ഞിനെ ഇരുത്തേണ്ടത്, നമ്മുടെ ഇടത് വശത്ത്. ഇൻ കേസ് ആ ടീച്ചർ ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ കുഞ്ഞിനെ ഇരുത്തേണ്ടത് വലതുവശത്താണ്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാല് നമ്മള് റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഭാഗത്ത് തന്നെയാണ് ആ കുഞ്ഞിനെ ഇരുത്തിയെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കാഴ്ച മറയും. നമ്മളെ കൈ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യുന്നതിന്റെ വിഷ്വൽ കുറയും. ഇൻ കേസ് അത് ഈ ഒരു ഭാഗത്ത് ഇരുത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നത് കുഞ്ഞിന് കാണാൻ സാധിക്കും. ഒരാളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ചുറ്റുമുള്ള എല്ലാവരെയും നമ്മൾ ഫോക്കസ് ചെയ്യില്ല. ഓക്കെ, ക്ലിയർ ആണോ?
സിക്സ്ത് പോയിന്റ്, ലേ ദ ടാസ്ക് ടീച്ചർ ഔട്ട് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിലല്ലേ? എങ്ങനെ കുട്ടികളല്ലല്ലോ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് നോക്കണ്ടേ? ടീച്ചർ ലെഫ്റ്റ് ഹാൻഡോ റൈറ്റ് ഹാൻഡോ ആണെങ്കിലല്ലേ? ടീച്ചർ ആക്ടിവിറ്റി കാണിച്ചു കൊടുക്കുന്ന സമയത്താണ് പറയുന്നത്. ഇതെല്ലാം ടീച്ചർ ചെയ്യേണ്ടത്. കുട്ടികൾക്ക് അങ്ങനെ വന്നാലോ? കുട്ടികൾക്ക് അങ്ങനെ വന്നിട്ടാണ്, കുട്ടികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ലല്ലോ മെറ്റീരിയൽസ്. കുട്ടികളും ഒക്കെയാണ്, അല്ല, ഓല് കുഴപ്പമില്ല. എഴുതണ ടൈമിലൊക്കെ എഴുതുന്ന ടൈമിൽ അത് നമ്മൾ ആക്ടിവിറ്റി അല്ലല്ലോ, അവര് എഴുതല്ലേ ഉം, ഉം. അവർക്ക്. പക്ഷെ ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ ഒരു കാരണവശാലും നിർബന്ധിച്ച് റൈറ്റ് ഹാൻഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കരുത് കേട്ടോ. ഉം. ചെയ്ത് കഴിഞ്ഞാല് പഠന പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്ന കുട്ടിക്ക് റൈറ്റ് ബ്രെയിൻ ആയിരിക്കും പവർഫുൾ ആയിട്ടുണ്ടാവുക. അവിടെ ആ റൈറ്റ് ബ്രെയിൻ പവർഫുൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കൈ ചേഞ്ച് ചെയ്യിക്കുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുമ്പോഴും ലെഫ്റ്റ് ബ്രെയിന് അത്രയും പവർഫുൾ അല്ല, റൈറ്റ് ബ്രെയിൻ ആണ് പവർഫുൾ. അപ്പോൾ പഠന പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പഠന പ്രശ്നം അതുപോലെ ബിഹേവിയർ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു കാരണവശാലും ചിൽഡ്രൻ സൈക്കോളജിയിൽ ആ മാം പറഞ്ഞു. അതെ, അതൊരു കാരണവശാലും ചെയ്യിക്കരുത്. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. പലപ്പോഴും പണ്ടൊക്കെ ഉണ്ടായിരുന്നു നിർബന്ധിച്ച് ഇടത് കൈകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലത് കൈകൊണ്ട് ചെയ്യിക്കുക. കത്തിയൊക്കെ പിടിക്കുകയാണെങ്കിൽ ഇടത് കയ്യിൽ പിടിച്ചിട്ട്, നല്ല വൃത്തി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇടത് കൈയിലല്ല കത്തി പിടിക്കേണ്ടത്, വലത് കൈയിലാണെന്ന് പറഞ്ഞ് നിർബന്ധിക്കും. പക്ഷെ ആ വലത് കൈ പിടിച്ച് ചെയ്തു കഴിഞ്ഞാൽ കയ്യിലേക്ക് കൊള്ളുകയും ചെയ്യും. അവർക്ക് കഴിയില്ല. രണ്ട് കാര്യം നല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. എങ്ങനെ? ഇടത് കൈയിലും വലത് കൈയിലും നല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്ന അതെ ആൾക്കാരുണ്ട്. അത് ഇപ്പൊ നമ്മള് കുട്ടികൾക്ക് തന്നെ ബ്രെയിൻ ജിം എന്നൊരു സംഭവം കൊടുക്കുന്നുണ്ട്. ബ്രെയിൻ ജിം കൊടുക്കുമ്പം പെൻസിൽ കൊടുത്തിട്ട് രണ്ട് കൈ കൊണ്ടും ഒരേ രീതിയിലായിരിക്കും ചെയ്യിപ്പിക്കുക. അപ്പം വലത് കൈ കൊണ്ട് ഇങ്ങോട്ട് ചെയ്യിക്കുമ്പം ഇടത് കൈ കൊണ്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കും. അപ്പൊ രണ്ട് കൈ കൊണ്ടും വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. അത് ബ്രെയിൻ ജിമ്മിൽ പെട്ട ഒരു കാര്യമാണ്. പിന്നെ അങ്ങനെ നേരത്തെ പണ്ട് കാലത്ത് ഉണ്ടായിരിക്കും കേട്ടോ, രണ്ട് കൈകൊണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ ഓരോ കഴിവുകളാണ് അല്ലെ, നമുക്ക് ചെയ്യാൻ എന്റെ ഇവിടെ പറ്റാത്ത ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ. ഒപ്പം ചെയ്യും. എങ്ങനെ? രണ്ട് കൈ കൊണ്ടും നല്ല ഹസ്ബൻഡിന്റെ ഒപ്പം ചെയ്യും. അതേപോലെ രണ്ട് കൈ ആ കൊണ്ടും ഈസി ആയിട്ട് എല്ലാ കാര്യം ചെയ്യും. ആ അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. പക്ഷെ നന്നായി പ്രാക്ടീസ് വേണം. പിന്നെ ഇപ്പൊ മെന്റലിസ്റ്റ് ഒക്കെ ചെയ്യുന്നതോ, മെന്റലിസ്റ്റ് ഒക്കെ നമ്മളോട് സംസാരിച്ച് നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അവരിങ്ങോട്ട് പറഞ്ഞു തരും. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട്, അതൊക്കെ ഓരോ കഴിവുകളാണ്, അവരുടെ ഒരു കഴിവാണ്. ഇനി എവിടെത്തി നമ്മള്? നെക്സ്റ്റ് സിക്സ്ത് പോയിന്റ്, ലേ ദ ടാസ്ക് ഔട്ട് ഓൺ ദ ടേബിൾ മാറ്റ്, യൂസ് സ്ലോ ഡെലിബറേറ്റ് മൂവ്മെന്റ്. നമ്മൾ ടേബിളിൽ മാറ്റ് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റീസിൽ വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെന്റ്സ്, ടീച്ചറിന്റെ ആണ് കേട്ടോ, ടീച്ചർ പാലിക്കേണ്ട മര്യാദകളാണ് ഇവിടെ പറയുന്നത്. വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. എടുക്കേണ്ട രീതി, ഇപ്പൊ സ്പൂൺ പിടിക്കുകയാണെങ്കിൽ 3 ഫിംഗർ ഈ രീതിയിലാണ് നമ്മൾ പിടിക്കുക. ഒരു കാരണവശാലും ഈ ലെവലിൽ കൈ വെക്കില്ല, അതുപോലെ ഇങ്ങനെയും വെക്കില്ല, വിടർത്തി വെക്കില്ല. കൃത്യമായിട്ട് ഈ 2 ഫിംഗർ മടക്കിയിട്ട് ദെൻ ഈ ലെവലിൽ തന്നെ നമ്മൾ സ്പൂൺ എടുത്ത് കാണിച്ചു കൊടുക്കണം. ഇതിന്റെ ഒരു മെത്തേഡ് റൈറ്റിംഗ് ആണ്. ഒരു പെൻസില് അല്ലെങ്കിൽ ഒരു പേന പിടിച്ചിട്ട് എഴുതുന്ന ഒരു മെത്തേഡാണ് ഈ 3 ഫിംഗർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പം കൃത്യമായിട്ട് തന്നെ നമ്മൾ കാണിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളും ഈ ഫിംഗർ ഒക്കെ വിടർത്തി വെച്ചാൽ ഇതേ രീതിയിൽ തന്നെ കാണിക്കും. അപ്പൊ ആ രീതി നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ലേണിങ്ങിൽ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ വളരെ സ്ലോ ആയിട്ട് കൃത്യമായിട്ടുള്ള മൂവ്മെന്റ്സ് കാണിച്ചു കൊടുക്കണം. 7th point, demonstrate the task yourself. It is also possible to have an older child show
a younger child what to do. Use only patient language. Do not speak unless it is necessary during a presentation. Make the demonstration interesting. നമ്മൾ ടാസ്ക് സ്വന്തമായിട്ട് ടീച്ചറാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു കാരണവശാലും ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആക്ടിവിറ്റീസിൽ വരുന്നുണ്ട്. സ്പൂണിങ് എക്സസൈസ് തന്നെ പറയാം എക്സാമ്പിൾ. ടുഡേ വി ആർ ഗോയിങ് ടു വർക്ക് വിത്ത് സ്പൂണിങ് എക്സസൈസ്. These are our materials. This is mat, this is tray, then bowl with beans and empty bowl. These are equal and a spoon. Okay, baby, wash me carefully. എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ സംസാരിക്കുന്നില്ല. ആക്ടിവിറ്റിയിലേക്ക് വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ ക്ഷമയോടെ സംസാരിക്കണം, പിന്നെ കൃത്യമായിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറയുന്ന ഓരോ വാക്കും കൃത്യമായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് കേൾക്കണം. എന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ നമ്മൾ തന്നെ ആസ്വദിച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഇത് ആർക്കോ വേണ്ടി ചെയ്യുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുത്താൽ അവർക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആവില്ല. പക്ഷെ നമ്മളിത് എടുക്കുമ്പോൾ സ്പൂൺ എടുക്കുമ്പോഴും അതിന്ന് ബീൻസ് എടുക്കുമ്പോഴും ഒക്കെ നന്നായിട്ട് ഹാപ്പിനെസ് ആയിട്ട് മുഖത്തൊക്കെ നമ്മൾ ഒരു പുഞ്ചിരിയൊക്കെ കാണിച്ച് കുഞ്ഞിനെ ഇടക്ക് നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ കുഞ്ഞും അതേ രീതിയിൽ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ആകെ എന്തോ ഒക്കെ ആലോചിച്ചിട്ട് വെറുതെ ഇങ്ങനെ കോരിയിട്ട് കൊടുത്താൽ മക്കൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആവില്ല. എന്തൊരു ഡെമോൺസ്ട്രേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം അല്ലെ. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇത് വെറുതെ റീഡ് ചെയ്യുന്നു, ഇതിന്റെ മീനിങ് പറയുന്നു, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുമോ? പലരും ആവിട്ടങ്ങനെ ഇരിക്കും ഇല്ലേ? ശരിയല്ലേ? അപ്പൊ അവിടെയാണ് ഇമ്പോർട്ടന്റ്. കുട്ടികളെ നമ്മൾ നമ്മിലേക്ക് അടുപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ ആക്ട് ചെയ്യണം. ഭയങ്കരമായിട്ട് ചെറിയൊരു പേനൊക്കെ എടുക്കുകയാണെങ്കിൽ ആ പേന ഇത് ഭംഗിയല്ലേ എന്നൊക്കെ പറയുമ്പോ ഇത്രയും ഭംഗിയ പേനൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ചിന്തിക്കും മക്കൾ. ആ രീതിയിലായിരിക്കണം നമ്മൾ പ്രസന്റേഷൻ കാണിച്ചു കൊടുക്കേണ്ടത്. Then 8th point, we aim at demonstrating an exercise once. The director should minimize her movement. Any action should be slow, deliberate and precise. ഒരു തവണ നമ്മൾ കൃത്യമായിട്ട് ആക്ടിവിറ്റി കാണിച്ചു കൊടുക്കുക, പിന്നെ അത് നമ്മൾ വീണ്ടും കാണിച്ചു കൊടുക്കണം. ഡയറക്ടർ ഷുഡ് മിനിമൈസ് ഹെർ മൂവ്മെന്റ്. ദെൻ എനി ആക്ഷൻ ഷുഡ് ബി സ്ലോ, ദെൻ ഡെലിബറേറ്റ് ആൻഡ് പ്രീസിയസ്. വീണ്ടും നമ്മൾ കാണിച്ചു കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി പോലും കുഞ്ഞുങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റിങ്ങോട് കൂടി ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. 9th point, always look at the child to build a rapport with the child. എപ്പോഴും കുഞ്ഞിനെ ലോക്ക് ചെയ്ത് നമ്മളിലേക്ക് ലോക്ക് ചെയ്തിടുക. കുഞ്ഞുമായിട്ടൊരു ബന്ധം എപ്പോഴും കീപ്പ് ചെയ്യുക. നോട്ടം കൊണ്ട്, സംസാരം കൊണ്ടല്ല, നോട്ടം കൊണ്ട്. സംസാരിക്കാൻ നിന്നാൽ ബാക്കിയുള്ളവരെല്ലാം നമ്മളെ മടി കയറിയെന്ന് സംസാരിക്കും. പക്ഷെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവനെ നോക്കി നമ്മുടെ കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്ന രീതിയിലായിരിക്കണം അവനെ ലോക്ക് ചെയ്യേണ്ടത്. ഇതിലേക്ക് നോക്ക്, ഞാൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാതെ പറഞ്ഞിട്ട് വേണം ചെയ്യിക്കാനായിട്ട്. ഒരു റാപ്പോർട്ട് എപ്പോഴും കീപ്പ് ചെയ്യുക. കുഞ്ഞുങ്ങളുമായിട്ട് ഒരു കണക്ഷൻ, ഇപ്പോൾ റാപ്പോർട്ട് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. 10th point, invite the child to do task after the demonstration. Stay to help if necessary. Do not give him any more help than he needs. അപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഡെമോൺസ്ട്രേഷനൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ അവിടെ after the demonstration, stay help if necessary. അവിടെ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊക്കെ ചെയ്തു കൊടുക്കുക. Do not give him any more help than he needs. അവന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ആവശ്യമില്ലാതെ കുഞ്ഞെടുക്കുന്ന സമയത്ത് മിസ് ഒന്നുകൂടി പിടിച്ചു തരാന്ന് പറഞ്ഞ് പിടിച്ചു കൊടുക്കാനൊന്നും നിൽക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവനെ ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞിനെ നിങ്ങൾ സ്വയം ചെയ്യട്ടെ. 11th point, the child has the right to refuse. Do not make an issue of the lack of interest. Always give freedom of choice and movements. ഇൻ കേസ് ഇപ്പൊ നമ്മൾ ഒരു കുട്ടീനെ വിളിക്കുന്ന സമയത്ത് നമ്മൾ കാണിച്ചു കൊടുത്തു ആക്ടിവിറ്റി ചെയ്യാം. ബേബി, ക്യാൻ യു ട്രൈ ദിസ് ആക്ടിവിറ്റി?
എന്ന് ചോദിച്ചിട്ട് നമ്മൾ മെറ്റീരിയൽസ് മാറ്റി കൊടുക്കുക. പക്ഷെ അവൻ റെഫ്യൂസ് ചെയ്യാണ്, ഞാനിപ്പോ ചെയ്യുന്നില്ല, നോ എന്ന് പറഞ്ഞെണീക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ പിടിച്ചിരുത്താൻ പാടില്ല. അവന് അവന്റെ ഫ്രീഡം കൊടുക്കണം. ഒരു കാരണവശാലും നമ്മൾ അവനെ പ്രഷർ ചെയ്യരുത്. അവന്റെ മുമ്പിൽ വെച്ച് മറ്റു കുട്ടികൾക്ക് വീണ്ടും കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ആക്ടിവിറ്റി ഇൻട്രസ്റ്റ് ആയ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ മിസ്സേയും ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ച് നമ്മൾ അടുത്തേക്ക് വരും. ആ രീതിയിലേക്ക് മാറ്റണം. ഒരു കാരണവശാലും നമ്മൾ നിർബന്ധിച്ച് പിടിത്തിരുത്തി ചെയ്തിട്ടങ്ങ് പോയാൽ മതി, ഇത് ചെയ്തിട്ട് കളിക്കാൻ വിടൂ എന്നൊക്കെ പറഞ്ഞിരുത്തി കഴിഞ്ഞാൽ മക്കൾക്ക് ആക്ടിവിറ്റി എന്താണ് എന്നുള്ളത് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് വരുന്നത് 12ാമത്തെ പോയിന്റ്. ഇഫ് വി വിഷസ് ടു റെസ്പെക്ട് ദ ടാസ്ക് withdraw yourself but watch him too. You can help if he cannot do it on his own. അവനെപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് റെസ്പെക്ട് കൊടുക്കുക. അപ്പൊ നമ്മൾക്ക് അവർ റെസ്പെക്ട് തരുന്നുണ്ട്, അവർക്കും നമ്മൾ തിരിച്ച് റെസ്പെക്ട് കൊടുക്കുക. അതുപോലെ തന്നെ അവന് ആഗ്രഹിക്കുന്ന സമയത്ത് ആ ടാസ്കിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ അവനെ മാറ്റിയെടുക്കണം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തു കൊടുക്കുക. അവൻ സ്വയം തീരുമാനിച്ചിട്ട് എനിക്കിപ്പോ ചെയ്യണം എന്നുള്ള രീതി തീരുമാനിച്ചിട്ട് വരികയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അവനെ നിർബന്ധിക്കരുത്. ഡു നോട്ട് പണിഷ് ഓർ റിവാർഡ് എഫർട്ട്. ഉണ്ടാവില്ല അങ്ങനെ ഈ ഇത്ര മാസം കൊണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെ ഒരു ടൈം ടേബിൾ പോലെ ഉണ്ടാവില്ലേ? ഉണ്ട്. അപ്പൊ അതിന്റെ അടുത്ത് കവർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കില്ല ഒക്കെ? അതെ, LKG-യിലും UKG-യിലും ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ നമ്മൾ സ്കൂൾസിൽ കൊടുത്തോണ്ടിരിക്കുന്നത്. ഐ മീൻ ഓഗസ്റ്റില് ഓണപരീക്ഷ എന്നുള്ള രീതിയിൽ പാരന്റ്സിന് ഒരു അസസ്മെന്റ് കൊടുക്കണം, വർക്ക്ഷീറ്റ് കൊടുക്കണം. അപ്പൊ ഈ ഓഗസ്റ്റ് വരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻട്രൊഡക്ടറി എക്സസൈസ് ആയിട്ടുള്ള സ്പൂണിങ്, ഡ്രൈ പോറിങ്, വെറ്റ് പോറിങ്, ഈ 3 ആക്ടിവിറ്റിയാണ് പോകുന്നത് പ്രാക്ടിക്കൽ ഏരിയയിൽ. സെൻസോറിയൽ ഏരിയയിൽ വിഷ്വൽ ആക്ടിവിറ്റീസ്, ലാംഗ്വേജ് ഏരിയയിൽ സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ്, മാത്തമാറ്റിക്കൽ ഏരിയയിൽ കൗണ്ടിങ് ന്യൂമറൽസ് 1 to 10 കൗണ്ടിങ് മാത്രമാണ്. ദെൻ കൾച്ചറൽ ഏരിയയിലേക്ക് വരുമ്പോൾ ആനിമൽസ്, ഫ്രൂട്ട്സ്, ഇത് രണ്ടും മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓഗസ്റ്റ് വരെ, ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് ഒക്ടോബർ, ദെൻ ഫെബ്രുവരിക്കുള്ളിലായിട്ട് ആ ഒരു 1 year പ്ലാൻ കംപ്ലീറ്റ് ആക്കും. ആ 1 year പ്ലാൻ കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് LKG-യിലേക്ക് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇപ്പൊ അവര് ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ ബുക്ക് ഇറക്കുന്നുണ്ടാവും ആ സ്കൂളുകാർ. മോണ്ടസറി ആണെങ്കിൽ പോലും ട്രഡീഷണൽ മെത്തേഡിൽ കുറച്ച് കൊടുക്കാണ്ടിരുന്നാല് ഇവിടുത്തെ പാരന്റ്സ് പറയാവും എന്റെ കുഞ്ഞൊന്നും പഠിക്കുന്നില്ല, അവനൊന്നും കിട്ടുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കും അവര് നമ്മളെ ചോദ്യം ചെയ്യുക. ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ ഇപ്പൊ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണല്ലേ, വെജിറ്റബിൾ കട്ട് ചെയ്യാനാണെങ്കിലും സ്പൂണിൽ കോരാനാണെങ്കിലും ഒക്കെ അതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യുന്നതല്ലേ, എന്തിനാ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കണമെന്നൊക്കെ വെച്ച് നമ്മളെ അവര് വല്ലാണ്ട് ഹേർട്ടാക്കും. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മള് അവരുടെ ടെക്സ്റ്റ് ബുക്ക്, ഇപ്പൊ ഓരോ സ്കൂളും ഡിഫറെന്റ് അതോറിറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ് വാങ്ങിക്കുക. ആ സമയത്ത് ആ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ആക്ടിവിറ്റി ബേസ് ആയിട്ട് ആ ആക്ടിവിറ്റിയുമായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യും. ഇപ്പം EVS വരുന്ന മിക്ക കാര്യങ്ങളും നമ്മൾ കൾച്ചറൽ ഏരിയയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. മാത്സ് മാത്തമാറ്റിക്കൽ ആയിട്ട് തന്നെ. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക്, ഇംഗ്ലീഷും മലയാളം അറബിയും ഹിന്ദിയും ലാംഗ്വേജിലോട്ട് പോകും. ലാംഗ്വേജ് ഏരിയയിൽ വരുന്ന ഭാഗത്തിലേക്ക് നമ്മൾ കൊടുക്കും. അപ്പം ഒരു ടേം എക്സാമിന്റെ സമയത്ത് ആ ഒരു ബുക്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണോ ഉള്ളത് ആ ഒരു ഭാഗം വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ലാംഗ്വേജിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദെൻ പ്രാക്ടിക്കലും സെൻസോറിയലും നമ്മൾ നോർമലി കുഞ്ഞുങ്ങൾക്ക് ഫിംഗർ മസിൽ ഡെവലപ്പ് ചെയ്യാൻ ഐ ഹാൻഡ് കോർഡിനേഷനും കോൺസെൻട്രേഷനും ഒക്കെയാണ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ, അതായത് ജൂണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ജൂണിൽ 2 ആഴ്ച കഴിഞ്ഞ് കുട്ടികളൊന്ന് നമ്മളെ മക്കളായി കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലും സെൻസോറിയലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ കഴിഞ്ഞ് ജൂലൈയിലേക്ക് പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള
ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ലാംഗ്വേജിലും മാത്സിലും കൾച്ചറൽ ഏരിയയിലും ഓരോ ആക്ടിവിറ്റി ചൂസ് ചെയ്തിട്ട് എടുക്കും. എന്നിട്ട് ആക്ടിവിറ്റിയും കൊടുക്കും, ബുക്കിലുള്ള കാര്യങ്ങളും കൊടുക്കും. ഇങ്ങനെയാണ് നോർമലി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. 100% മോണ്ടസറി സ്കൂൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആ സ്കൂളുകാർ ഇറക്കിയ പുസ്തകം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. ഈ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുക. അപ്പോ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോ 4 സ്കൂളില് ഈ നമ്മൾ സമ്മർ വെക്കേഷന് ഞാൻ ഈ ഒരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. 4 സ്കൂളിലും ടെക്സ്റ്റ് ബുക്ക് ഡിഫറെന്റ് ആണ്. ഒന്നും മോണ്ടസറി ബേസ്ഡ് അല്ല, ഡിഫറെന്റ് ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഐ മീൻ ലാംഗ്വേജിലാണെങ്കിൽ ഫോണോഗ്രാംസ് വരുന്ന ഭാഗങ്ങളുണ്ട്. ഈ ഫോണോഗ്രാം വരുന്നത് ഒരു കാരണവശാലും നമുക്ക് LKG കൊടുക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ A ഫോർ ആപ്പിൾ, ആപ്പിൾ ഫോണോഗ്രാം ആണ്. ഫോൺ, P ഫോർ ഫോൺ ഫോണോഗ്രാം ആണ്. E ഫോർ എലഫന്റ് ഫോണോഗ്രാം ആണ്. ഇതൊന്നും നമുക്ക് LKGയിൽ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാൻ കഴിയില്ല, ലേറ്റർ എക്സസൈസ് ആണ്. അപ്പൊ ആ ഭാഗം നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യും. എന്നിട്ട് പാരന്റ്സിന് ആദ്യത്തെ ഫസ്റ്റത്തെ പാരന്റ്സ് മീറ്റിങ്ങിൽ പാരന്റ്സിന് ഈ ഒരു കാര്യം കൃത്യമായിട്ട് കൺവിൻസ് ചെയ്ത് കൊടുക്കും. നമ്മൾ ലാംഗ്വേജിലാണെങ്കിലും EVSലാണെങ്കിലും മാത്സിലാണെങ്കിലും ഇത്രയും ഭാഗങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്കിപ്പ് ചെയ്യുന്ന ഭാഗങ്ങൾ ലാസ്റ്റിലേക്കാണ് എടുക്കുക. ലാസ്റ്റിൽ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് കൊടുക്കാനുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. മാത്ത് ഫോളോയിങ്ങിൽ ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ ലാസ്റ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫസ്റ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഓരോ നിങ്ങളൊക്കെ ടീച്ചേഴ്സ് ആയിട്ട് പോകുമ്പോൾ ഓരോ അതോറിറ്റിയുടെയും ടെക്സ്റ്റ് ബുക്ക് ആ സ്കൂളുകാർ എടുക്കുന്നുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മളോട് പറയും, ടീച്ചറെ നിങ്ങൾക്കുള്ള 1 ഇയർ പ്ലാനിങ്, ഒരു ഇയർ പ്ലാന് നിങ്ങൾ തയ്യാറാക്കുക. ഇത്ര മാസം കൊണ്ട് ഇത്ര ഭാഗം നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ട്. അപ്പൊ ഏത് രീതിയിൽ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് നമ്മളോട് ചോദിക്കും. കൃത്യമായിട്ട് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇവിടെ ഞാൻ സ്കൂളിൽ 17 സ്റ്റാഫ് ഉണ്ട്. ഈ 17 സ്റ്റാഫിനോടും അവിടുത്തെ മാഡം പറഞ്ഞു, നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ 17 പേരും മീറ്റിംഗ് കൂടിയിട്ട് ഈ ഒരു വർഷത്തേക്കുള്ള പ്ലാനിങ് നിങ്ങൾ തയ്യാറാക്കുക. പക്ഷെ അവർക്ക് പറ്റിയില്ല. പിന്നീട് ഞാൻ മോണ്ടസറിയുടെ മെറ്റീരിയൽസിന്റെ ട്രെയിനിങ് നമുക്ക് എല്ലാ വെക്കേഷനും കൂടുതലായിട്ട് കൊടുക്കും. പുതിയ ടീച്ചേഴ്സ് വരുന്നതും പഴയ ടീച്ചേഴ്സിന് ഒന്നുകൂടെ തേച്ച് മിനുക്കി കൊടുക്കാനും വേണ്ടിയിട്ട് അവർ വിളിക്കും. ആ സമയത്ത് ഞാൻ ചെന്ന സമയത്ത് എന്നോട് മാം പറഞ്ഞു, മാം ഇത് ഇവർക്ക് ടാസ്ക് ആണ്, മാം ഒന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചു. നോക്കിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഫസ്റ്റ് തന്നെ വന്നത് ഫോണോഗ്രാംസ് ആണ്. അപ്പോൾ ഞാൻ മാമിനോട് പറഞ്ഞു, നമുക്ക് ഇത് ഫസ്റ്റ് കൊടുക്കാൻ കഴിയില്ല, LKGയിൽ ഒരു കാരണവശാലും ഇത് കൊടുക്കാൻ പറ്റില്ല, ഇത് നമുക്ക് ലാസ്റ്റിലേക്കേ കൊടുക്കാൻ കഴിയുള്ളൂ, എങ്കിൽ മാത്രമേ മോണ്ടസറിയുടെ മെത്തേഡിൽ ഇത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മളാണ് പ്ലാൻ ചെയ്യേണ്ടത്. നമ്മളോടാണ് ഹയർ അതോറിറ്റി പറയാം, ടീച്ചറെ ഇയർ പ്ലാന് തയ്യാറാക്കണം. നിങ്ങൾ കൊടുക്കുന്ന രീതിയിൽ ഏത് രീതിയിലാണോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അതിന്റെ ഒരു ഇയർ പ്ലാൻ ഞങ്ങൾക്ക് തയ്യാറാക്കി തരണം എന്ന് പറയുമ്പോൾ, അയ്യോ എനിക്ക് ഇയർ പ്ലാൻ ഒന്നും തയ്യാറാക്കാൻ അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമുക്ക് അവർ ടെക്സ്റ്റ് ബുക്ക് അയച്ചു തരും. ആ ടെക്സ്റ്റ് ബുക്കിനനുസരിച്ച് നമ്മൾ തയ്യാറാക്കുക. ആഗസ്റ്റ് വരെ പഠിപ്പിക്കുന്നത്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിലാണ് എക്സാം വരിക, ഡിസംബർ വരെ പഠിപ്പിക്കുന്നു. പിന്നീട് ഡിസംബറോട് കൂടി ഒരു ജാനുവരിയോട് കൂടി കംപ്ലീറ്റ് പോർഷൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഫൈനൽ എക്സാമിന് കൃത്യമായിട്ട് കുഞ്ഞുങ്ങളെ ഒരുക്കാൻ കഴിയുള്ളൂ. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ മിക്ക സ്കൂളുകളിലും ആനുവൽ ഡേ പ്രോഗ്രാംസ് വരുന്നത് ഫെബ്രുവരിയിലൊക്കെയാണ്. ജാനുവരി ലാസ്റ്റോ അല്ലെങ്കിൽ ഫെബ്രുവരി സെക്കൻഡ് വീക്കൊക്കെ ആയിട്ടാണ് ആനുവൽ ഡേ പ്രോഗ്രാം വരുന്നത്. അപ്പൊ അവർക്ക് പാട്ട് പഠിപ്പിക്കണം, ഡാൻസ് പഠിപ്പിക്കണം, ഒപ്പന പഠിപ്പിക്കണം, ഇതൊക്കെ ചെയ്യണം. അതും നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. മിക്ക സ്കൂളുകളിലും ടീച്ചേഴ്സാണ് ചെയ്യുക. ചില സ്കൂളുകൾ മാത്രമേ പുറത്തുനിന്ന് ഡാൻസ് ടീച്ചേഴ്സിനെ വെച്ചിട്ട് ചെയ്യിക്കുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ പുറത്തെടുക്കേണ്ട കഴിവുകളാണ്. പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും കുട്ടികളുടെ കൂടെ അവരെ ഇതുണ്ടല്ലോ, കോല് വെച്ചിട്ട് കോൽക്കളി പോലെ
പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു 3-4 ഐറ്റംസ് തരും ഒരു സ്കൂളാണെങ്കിൽ. ടീച്ചറെ നിങ്ങളെ ക്ലാസ് എത്ര കുട്ടികളല്ലേ ഉള്ളത്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ ക്ലാസ് 4 ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് തരും. അവിടെ എനിക്കിത് പറ്റൂല, ഞാനിതൊന്നും പഠിപ്പിക്കൂല എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ തന്നെ വേണം. അപ്പൊ ഇതൊക്കെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോ അവിടെയാണ് നമ്മളെ ടാസ്ക് വരെ. ഇപ്പൊ നിങ്ങൾക്ക് നല്ല പഠിച്ചു പോയാൽ മതി, എനിക്ക് നിങ്ങളോട് പറഞ്ഞു തന്നാൽ മതി. പക്ഷെ ഈ പറഞ്ഞു തരുന്നതിനേക്കാളും പ്രയാസമാണ് ഇത് പ്രാക്ടിക്കലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നന്നായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു ടീച്ചർ ആകുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം. കണ്ണാടയുടെ മുമ്പില്ലേ, വലിയ മിറർ, കണ്ണാടയുടെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് സ്പീച്ച് ചെയ്യാം, സംസാരിക്കാം, കുട്ടികളോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ഫേസ് എക്സ്പ്രഷൻ കാണാൻ പറ്റും. നമ്മുടെ ഹാൻഡ്, കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് തന്നെ നമുക്ക് സ്വയം വിമർശിച്ച് ഇത് ശരിയല്ല, ഇത് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് മാറാം. ആ രീതിയിൽ നിങ്ങൾ സ്വയം ഡെവലപ്പ് ആവുക. കാരണം ഓൺലൈൻ ക്ലാസ് ആണ്, ക്ലാസ് റൂമിൽ വന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തന്നെ കൃത്യമായിട്ട് നിങ്ങളെ ബെഡ്റൂമിൽ നിന്ന് ഡോർ അങ്ങ് കുറ്റിയിട്ടോ. ആരും കണ്ടിട്ട് ഇനി വട്ടാണെന്ന് പറയാൻ നിൽക്കണ്ട. ഈ ബെഡ്റൂമിൽ ഡോർ മോണ്ടിസോറി എടുത്തവർക്ക് സാധാ LKG UKG എടുത്തൂടെ? സാധാ എടുക്കാം, ഈ മെത്തേഡുള്ള സ്കൂളല്ലാതെ സാധാ സ്കൂളിൽ കിട്ടൂലേ അങ്ങനെ? കിട്ടും. അതാ ഞാനിപ്പോ പറഞ്ഞത്. സാധാ ഞാൻ സ്കൂളാണെങ്കിൽ നാട്ടിലല്ലേ പോലും ചോദിച്ചത്, അബ്രോഡിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടാവും അങ്ങനെ? അബ്രോഡും ലോകത്ത് എവിടെയും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എവിടെ ചെന്നാലും നമ്മൾ 4 കാലിലെ വീഴുമെന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ജോലി ഉണ്ടാവും. കാരണം വീണിടം വിഷ്ണുലോകാക്കുക, വീണിടത്ത് കിടന്നിട്ട് എഴയരുത്. അബ്രോഡ് പോവാൻ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണോ തോന്നുന്നു അല്ലെ? ഡിഗ്രി ഉണ്ടായാൽ നല്ലതാണ്. +2 ആണെങ്കിൽ ഇന്റർവ്യൂ ഞാനിവിടെ അറ്റൻഡ് ചെയ്യാൻ തന്നെ UAE-ലാണ്. ഡിഗ്രി വേണം എന്നുള്ളൊരു ഇതുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് ഞാൻ ചില UAE-ലാണ്. അപ്പൊ സ്കൂളുകളുണ്ട്. ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോ മോണ്ടിസോറി മെത്തേഡ് എടുത്താല് പിന്നെ നമുക്ക് ഡിഗ്രി ഇല്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്ന കേട്ടോ. എങ്ങനെയാന്ന് അറിയൂല. മോണ്ടിസറി മെത്തേഡ് ഇന്റർവ്യൂ കഴിഞ്ഞ് കിട്ടണം. ലാംഗ്വേജ് ഇന്റർവ്യൂവിലാണ് നമ്മുടെ ഇന്റർവ്യൂവിന് ക്വാളി ക്വാളിഫിക്കേഷൻ ഡിഗ്രി ചോദിക്കുന്നുണ്ട് എന്ന് ചിലവര് പറഞ്ഞ കേട്ട്, പുറത്ത് ഉണ്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ചോദിക്കാന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ +2 എന്ന് പറഞ്ഞപ്പോ ബേസിക് ആയിട്ടുണ്ട്. നേരത്തെ SSLC ആയിരുന്നു ബേസ്, ഇപ്പൊ +2 ആണ്. അപ്പൊ ഈ +2 കഴിഞ്ഞിട്ട് നമുക്കൊരു ഡിപ്ലോമ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് എടുക്കുന്നത്. പക്ഷെ ഡിഗ്രി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മളൊന്ന് പ്രൊഫഷണൽസ് നമ്മളെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഡിഗ്രി പറയുന്നത്. കാരണം അവർക്ക് അവരുടെ സ്കൂളിൽ ഒരു ടീച്ചർ വരുമ്പം ആ ടീച്ചർ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവണം എന്നുള്ളൊരു കൺസെപ്റ്റ് അവർക്കും ഉണ്ടാവില്ലേ. അതുകൊണ്ടാണ് പിന്നെ ഡിഗ്രി അവര് മിസ്സേ, ഇത് 6 മാസം കൊണ്ട് ചെയ്തു തരാം അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ടല്ലോ കുറെ. 6 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 15 ദിവസം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല പരസ്യമുണ്ട്. പക്ഷെ കാണുന്നുണ്ട്. നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ഒരു ഏരിയ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഉം. ഇത് എത്രത്തോളം പഠിക്കാനുണ്ട്. ഇതൊരു വർഷം കൊണ്ട് തീരില്ല എന്നാ. കാരണം നമ്മളൊരു വർഷം അത് കൊണ്ട് ഫാസ്റ്റ് കംപ്ലീറ്റ് ആക്കി ആക്കും. എടുക്കണതാണോ ഈ പോർഷൻസ് മുഴുവൻ, അതോ ഇതിന് ഈ ഷോർട്ട് ആക്കോ? പോർഷൻസ് അവർക്ക് പ്രാക്ടിക്കൽ ഉണ്ടാവില്ല. ആ ആ അവർക്കിപ്പോ ഞാൻ പറഞ്ഞു തരുന്ന പ്രാക്ടിക്കൽ ഉണ്ടാവില്ല. ജസ്റ്റ് കുറച്ച് സൈക്കോളജി ക്ലാസ് ഉണ്ടായിരിക്കും, ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ടായിരിക്കും, ലെസൺ പ്ലാൻ മേക്ക് ചെയ്യുക, അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്. അത് ഫാസ്റ്റ് ആയിട്ട് അപ്പൊ ഈ കൊടുക്കും. അതിന്റെ വാല്യൂ എങ്ങനെ ഡിഫറെന്റ് ആണോ ഉണ്ടാവുക സർട്ടിഫിക്കറ്റിലൊക്കെ? സർട്ടിഫിക്കറ്റ് ഒരേപോലെയാണ് കൊടുക്കുക. പക്ഷെ അവർക്കൊരു ആ സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞാല് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ കഴിയില്ല. മെറ്റീരിയൽസ് എന്താന്ന് പോലും അറിയില്ല. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ പോലും മെറ്റീരിയൽസിന്റെ ഫോട്ടോസ് ഞാൻ അയച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കഴിയുന്നത് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ ചില ക്ലാസ്സുകൾ നമുക്ക് വീഡിയോ ക്ലാസ്സുകളായിട്ടും എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ക്ലാസ്സുകൾ അത്രയും പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇതേ രീതിയിൽ നമ്മൾ മെറ്റീരിയൽസ് കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടാണ് ഈ മെറ്റീരിയലാണ് ഇന്നത്, അപ്പം ഈ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്റെ വോയിസും ഇതേ രീതി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. പിന്നെ വാട്സപ്പിലും അതിന്റെ ഫോട്ടോസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ 6 മാസം കൊണ്ട് ഒരു കാരണവശാലും ഇത്
കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പുമില്ല. അതാണ് അത് ഞാൻ ചോദിക്കുന്നത്. 6 മാസം കൊണ്ട് നിങ്ങൾ പരസ്യം കാണുന്നുണ്ട്, ഞമ്മളത് ആയിട്ടില്ല. ഇത്രയും കുറെ ന്യൂ പോർഷൻസ് കുറെ ബാക്കി കിടക്കാണ്. അപ്പൊ എത്രയോ 6 മാസം കൊണ്ട് ബാക്കിയുണ്ട്. എങ്ങനെ പഠിച്ചെടുക്കാന്നാണ് ഞാൻ അതെ, നോക്കുന്നത്. അവർക്ക് തിയറി മാത്രമേ ഉണ്ടാവുള്ളൂ. പോസിബിൾ അല്ല. ഞാൻ എന്നോട് നാളെ ആരോ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് മോണ്ടസറി എന്നുള്ളത് എന്റെ സ്കൂളിലോട്ട് വരാം, ലാബ് കാണിച്ചു തരാം, ആക്ടിവിറ്റി കാണിച്ചു തരാം. വന്ന സമയത്ത് അയ്യോ അപ്പൊ ഇതൊരു വർഷവും പോരല്ലോ എന്നാ പറഞ്ഞത്. എനിക്ക് സത്യം പറയാലോ, പല കുട്ടികളും വരും എന്റെ സ്ഥാപനത്തില്. ഞാൻ പറയും, എനിക്ക് നിങ്ങളെ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, ക്ലാസ് റൂമിൽ കയറിക്കോ, മെറ്റീരിയൽസ് ഞാൻ പറയുന്ന മെറ്റീരിയൽസ് എടുത്തിട്ട് ആക്ടിവിറ്റി ചെയ്ത് കാണിക്കണം. കോൺഫിഡന്റ് ആണോ ചോദിക്കും. കോൺഫിഡന്റ് അല്ല എന്ന് പറയും. കാരണം അവർക്കറിയില്ല, മെറ്റീരിയൽസിന്റെ പേര് പോലും എന്താണെന്ന് അറിയില്ല, ഏത് ഏരിയ ആണെന്ന് നമുക്ക് അറിയില്ല. ഈ ക്ലാസ്സിലെ മെറ്റീരിയൽസ് ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഉണ്ട്. എല്ലാ മെറ്റീരിയൽസ് നിങ്ങൾ പരിചയപ്പെടുത്തി തരും കേട്ടോ. മെറ്റീരിയൽസ് പരിചയപ്പെടുത്തുമ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതിന്റെ ഫോട്ടോസും വിട്ടുതരും. ഇനിയിപ്പോ നമ്മളിവിടെ എത്തി. എക്സാമും കാര്യങ്ങളൊക്കെ എങ്ങനെ എക്സാം ഇതിന്റെ ഈ പ്രാക്ടിക്കലിന്റെ എക്സാം ഇപ്പൊ പ്രാക്ടിക്കലായിട്ട് ഇതിന്റെ ചെയ്യേണ്ടി വരും. എക്സാം പ്രാക്ടിക്കലിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നില്ലേ, ഞാൻ ഡെമോൺസ്ട്രേഷൻ പറഞ്ഞു തന്നു. അതുപോലെ നമ്മളെ ഇൻട്രൊഡക്ടറി എക്സസൈസും ലേറ്റർ എക്സസൈസും പറഞ്ഞു തന്നു. അതുപോലെ 4 കാറ്റഗറിയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തന്നു അല്ലെ. ഇത് നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് തരും. അപ്പോ എക്സാം ഒരു ഈ രീതിയിലാണ് എക്സാം ഉണ്ടായിരിക്കുക. കമ്മീഷൻ ഉണ്ടായിരിക്കും. വൈവക്ക് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. പ്രാക്ടിക്കൽ ആക്ടിവിറ്റിയിലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. അതിൽ മെറ്റീരിയൽസ് കാണിച്ചിട്ട് എന്താണെന്ന് ചോദിക്കുവോ വൈവയില്? മെറ്റീരിയൽസ് കാണിച്ചിട്ട് എന്താണെന്നല്ല, മാത്തമാറ്റിക്കില് ഇന്ന മെറ്റീരിയൽസിൽ ഏത് ആക്ടിവിറ്റിയാണ്, ഏതൊക്കെ ആക്ടിവിറ്റിയാണ്, എങ്ങനെയാണ് പ്രസന്റേഷൻ ചെയ്യാന്നുള്ള ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ക്ലാസ് കൃത്യമായിട്ട് കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതൊന്നും പ്രയാസമില്ല കേട്ടോ. ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും, കുറച്ചുകൂടി മുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടീനെ എങ്ങനെ പഠിപ്പിക്കായിരുന്നല്ലോ. അത്രയും പെർഫെക്റ്റ് ആയിരുന്നു മോണ്ടസറി മെത്തേഡ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡു നോട്ട് പണിഷ് ഓർ റിവാർഡ് എഫേർട്ട് ഓർ ലാക്ക് ഓഫ് എഫേർട്ട്. ഒരു കാരണവശാലും കുഞ്ഞിന് റിവാർഡ് കൊടുക്കും, നന്നായിട്ട് ചെയ്തതിന് മിഠായിയോ മറ്റോ കൊടുക്കരുത്. ഒരു കൺഗ്രാറ്റ്സ് കൊടുക്കാം. അതുപോലെ ചെയ്യാത്തതിന് പണിഷ്മെന്റും കൊടുക്കാൻ പാടില്ല. ദ ബിലീഫ് ഇസ് ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് കംപ്ലീഷൻ ടു ടാസ്ക് ഷുഡ് ബി ഇനഫ് റിവാർഡ് ആൻഡ് ഈസ് ഇൻ ദ ചൈൽഡ് ദാറ്റ് ഷി വാണ്ട്സ് ടു ലേൺ ആൻഡ് വർക്ക്. അപ്പൊ നമ്മൾ എന്താ കൊടുത്താൽ നമ്മൾ പറയും, ഒരു മിഠായി വാങ്ങി കൊടുത്താൽ, ഒരു ജസ്റ്റ് ചെറിയൊരു മിഠായി കൊടുത്താൽ അല്ലെങ്കിൽ ചെറിയൊരു പെൻസിൽ കൊടുത്താൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവർ പെട്ടെന്ന് ചെയ്യും. പക്ഷെ അത് അവരുടെ ശീലമായി മാറും. എന്ത് ചെയ്താലും അവർക്ക് ഒരു റിവാർഡ് കിട്ടണം എന്നുള്ള രീതിയിലേക്ക് മാറും. അപ്പൊ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് അവരെ ഹഗ് ചെയ്യാം, നമ്മൾ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. Then 14 point, never correct a child while carrying out an exercise, not repeat the demonstration immediately, as this could lower his self-esteem. Make a mental note of the child's mistake and leave the child to concentrate. Demonstrate the exercise the next day or later in the day. ഒരു കുട്ടി എത്രയായിട്ടും കറക്റ്റ് ആക്കുന്നില്ല, ആക്ടിവിറ്റി ഇടക്കിടക്ക് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവനെ വീണ്ടും വീണ്ടും പിടിച്ചിരുത്തി ചെയ്യിക്കരുത്. പകരം അടുത്ത ദിവസം ചെയ്യിക്കാം. അടുത്ത ദിവസം അവന് ഇൻട്രസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അവനെ ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് എത്തിക്കാം. അത് അങ്ങനെ ആകുമ്പോൾ മാത്രമേ അവര് ഇതിലേക്ക് ഇൻട്രസ്റ്റോടെ ചെയ്യുള്ളൂ. അവരുടെ മെന്റൽ എബിലിറ്റി നമ്മൾ നോക്കണം. ആ ഒരു ഇഷ്ടം മക്കൾക്ക് ഉണ്ടെങ്കിൽ, പഠനത്തിനോടുള്ള ഇഷ്ടം, ആക്ടിവിറ്റി ചെയ്യാനുള്ള ഇഷ്ടം അവർക്കുണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് അവര് മനസ്സിലാക്കി ചെയ്യുള്ളൂ. If child continuously cannot do task correctly, it is a demonstrate that the child could not understand. The director should examine her
task analysis and make a presentation to the child again. എപ്പോഴും റെഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക കുട്ടി, അവിടെ വീണ്ടും വീണ്ടും തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ മുമ്പിൽ വെച്ചിട്ട് അവനത് മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കാം മേ ബി. അങ്ങനെ ആവുമ്പോൾ നമ്മൾ വഴക്ക് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവന്റെ മുമ്പിൽ വെച്ചിട്ട് മറ്റുള്ളവരെ മുമ്പിൽ വെച്ചിട്ട് അവനെ ഇൻസൾട്ട് ചെയ്തിട്ടോ കാര്യമില്ല. അവനെ കാണുന്ന രീതിയിൽ നമ്മൾ മറ്റു കുട്ടികൾക്ക് ഇപ്പൊ ഓരോ ഇൻഡിവിജ്വൽ ആണല്ലോ ആക്ടിവിറ്റി കാണിച്ചു കൊടുക്കുക. ആക്ടിവിറ്റി ചെയ്യിക്കുന്ന സമയത്ത് അവന് ഇൻട്രസ്റ്റ് വരുന്ന രീതിയിൽ, അവൻ കാണുന്ന രീതിയിൽ നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്ത് കാണിച്ചു കൊടുക്കുക. അവന്റെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് അവൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ പിന്നീട് അവൻ ആ മിസ്റ്റേക്ക് ഉണ്ടാക്കില്ല. A progress chart should be kept on his development. The information should contain what task and date presentation made to the child, how he fared by using grading systems such as fair, good and very good. നമ്മളൊരു ചാർട്ട് മേക്ക് ചെയ്യുക, എന്നിട്ട് ഓരോ കുട്ടികൾക്കും കൊടുക്കുന്ന ആക്ടിവിറ്റി നോട്ട് ചെയ്യുക, അവനത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ ചാർട്ട് സിസ്റ്റത്തിൽ ഫെയർ, ഗുഡ് ആൻഡ് വെരി ഗുഡ് എന്നുള്ള രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഡേറ്റും കൊടുക്കണം, ഇന്ന ഡേറ്റിൽ ഇന്ന ആക്ടിവിറ്റി കൊടുത്തു എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ആ ചാർട്ടിൽ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഏതൊക്കെ ആക്ടിവിറ്റി ഈ ഒരു കുഞ്ഞിനെ നോട്ട് ചെയ്താല്, ഇപ്പം മേരി ആണെങ്കിൽ മേരി 16-ാം തീയതി ഇന്ന ആക്ടിവിറ്റി കൊടുത്ത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, 18-ാം തീയതി മാത്സിന്റെ ആക്ടിവിറ്റി കൊടുത്തതിൽ കുറച്ച് പുവർ ആണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ആക്ടിവിറ്റി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇൻ കേസ് നമ്മൾ ഒന്നും നോട്ട് ചെയ്യാതെ കുഞ്ഞുങ്ങളുടെ മൂവ്മെന്റ്സ് ഒന്നും നോട്ട് ചെയ്യാതിരുന്നാൽ കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് മെറ്റീരിയൽസ് എടുക്കുന്നതും വെക്കുന്നതും പെർഫെക്റ്റ് ആണോ എന്നുള്ളത് പോലും നമുക്ക് അറിയാതെ പോവും. അവര് ആ ഒരു ടാസ്കിൽ നിന്ന് മാറും, നമ്മളത് മനസ്സിലാക്കുകയില്ല. ദെൻ 17-ാമത്തെ പോയിന്റ് വരുന്നത്, when the exercise is finished and materials put away, inform the child that he can take the exercise whenever he wishes. അവൻ ഫിനിഷ് ചെയ്യാണ്, ആക്ടിവിറ്റി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ടുഡേ വി ഹാവ് ലേൺ ദ സ്പൂണിങ് എക്സർസൈസ്, ബേബി പ്ലീസ് പുട്ട് ബാക്ക് ദ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അവനൊന്ന് കൺഗ്രാറ്റ്സ് ചെയ്ത് നോക്കുക. അപ്പം അവൻ നമ്മൾ ആ വൈൻഡപ്പ് മെസ്സേജ്, വൈൻഡപ്പ് ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ അവൻ മനസ്സിലാക്കാൻ പറ്റും ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുണ്ട്. അവനെ വിഷ് ചെയ്യാണ് നമ്മൾ. ദെൻ ആ വിഷ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് അവന് താഴെ പോയിന്റ് പറയുന്നുണ്ട്, മെറ്റീരിയൽസ് വെച്ച സ്ഥലത്തേക്ക് തന്നെ പുട്ട് ബാക്ക് ചെയ്യിക്കുക. For the first exercise, material should be put back on the shelf or let the child try to work with materials and return them to the shelf after the exercise. ഓരോ കുട്ടിയും എക്സസൈസ് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അതേ സ്ഥാനത്ത് ആ എക്സസൈസ് ഫസ്റ്റ് കുട്ടി ചെയ്ത മെറ്റീരിയൽസ് ഫസ്റ്റ് കുട്ടി ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ തന്നെ തിരിച്ച് പുട്ട് ബാക്ക് ചെയ്യണം. രണ്ടാമത്തെ കുട്ടി ചെയ്യുമ്പം ഷെൽഫിൽ നിന്നായി ആയിരിക്കണം എടുക്കേണ്ടത്. Ensure that all materials are ordered and complete and put on low shelf. ലോ ഷെൽഫ് എന്നാണ് കേട്ടോ, എല്ലാണ് വരേണ്ടത്, ഐ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അപ്പൊ അത് ലോ ആണ്. എല്ലാ മെറ്റീരിയൽസും കുഞ്ഞുങ്ങളുടെ ചെസ്റ്റ് സൈസിലായിരിക്കണം വെക്കേണ്ടത്. ഷെൽഫ് നമ്മൾ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ അല്ല, കുഞ്ഞുങ്ങളുടെ ചെസ്റ്റിനേക്കാളും ഹൈറ്റ് ഉണ്ടാവരുത്. ഒരു 6 വയസ്സായ കുട്ടിയുടെ ചെസ്റ്റിന്റെ ഹൈറ്റിനായിരിക്കണം ഷെൽഫ് വെക്കേണ്ടത്. എങ്കിൽ മാത്രമേ എടുക്കുമ്പം കൃത്യമായിട്ട് അവർക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഉയരത്തിൽ നിന്നൊക്കെ എടുക്കുമ്പം തലയിലൂടെ കമിഴ്ന്ന് വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാം ലോ ഷെൽഫിലായിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്. പെർഫെക്റ്റ് ആയിരിക്കണം, ക്ലീൻ ആൻഡ് ഇൻടാക്ട് ആയിരിക്കണം മെറ്റീരിയൽസ് എല്ലാം. ലോ ഷെൽഫിൽ കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കുക. ഇത്രയും കാര്യം 19 പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായി നോട്ട് ചെയ്യണം. ഇൻ കേസ് എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതില് നമുക്ക് നോട്ട്സിന്റെ ആവശ്യം വരുന്നില്ല, കാരണം ഈ ഒരു 19 പോയിന്റ് ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബൈ ഹാർട്ട് ചെയ്യണ്ട, മനസ്സിലാക്കി വെക്കുക. എസ് എഴുതുമ്പം പാരഗ്രാഫ് പോലെ പോയിന്റ് വൈറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓർഡർ തെറ്റി വെച്ചിട്ടൊന്നും പ്രശ്നമില്ല. ഓക്കെ, എസ്എ ക്വസ്റ്റ്യൻ വരെ ക്വാളിറ്റീസ് ഓഫ് ദ ഡയറക്ടർസ് ആൻഡ് നോർമലൈസേഷൻ ഓഫ് എ ചൈൽഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വരിക. അപ്പൊ ആ 19 പോയിന്റ് നമ്മൾ മൈൻഡിൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ
പാരഗ്രാഫ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ. പിന്നെ ഇപ്പൊ ഇനി നമ്മളിപ്പോ ഇവിടെ ഇൻട്രൊഡക്ഷൻ ആണ്, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയുടെ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഇതിന്റെ മെറ്റീരിയൽസും ആക്ടിവിറ്റീസും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് വിട്ടിട്ട് തന്നെ എക്സ്പ്ലനേഷൻ തരും കേട്ടോ. അതാണ് നിങ്ങൾ മോണ്ടിസറി ആൽബം ആയിട്ട് മേക്ക് ചെയ്യേണ്ടത്. ഇനി ഞാൻ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള, ഇതുവരെ നമ്മൾ മെറ്റീരിയൽ മേക്കിംഗ് ചെയ്തിട്ടില്ലല്ലോ, ഐ മീൻ പ്രാക്ടിക്കൽ മോണ്ടിസറി ആൽബം അല്ലാതെ പ്രാക്ടിക്കൽ വർക്ക് നിങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ. അത് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ, എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട്. ഇന്നിടാം, ഇന്നല്ല നാളെ ഇട്ടുതരാം. ഓക്കെ, എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. ഇൻ കേസ് ഞാൻ വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. വെൽക്കം.